ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ത്യ പാക് ടെൻഷനിൽ കാരണം ഇന്ന് മാർക്കറ്റെല്ലാം ഓൾമോസ്റ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. IT സെക്ടർ മാത്രം സെക്ടറൽ വൈസിൽ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 24,039 207 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 54,664 ക്ലോസ് ചെയ്തപ്പോൾ 537 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് ഉണ്ടായത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 1399 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 53,570 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 416 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 16,547 ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എബൌട്ട് 2% ഇടിവാണ് കണ്ടത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 17.15 സെൻസെക്സും ഇന്ന് 588 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 79,212 ക്ലോസ് ചെയ്തു. DIA FIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് ഇന്ന് DIAയും FIAയും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIA 3,539 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയപ്പോൾ FIA 2,952 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ FIA DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ DIA 1,131 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIA 17,796 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. രണ്ടും ഫൈനലി റേറ്റ് വെച്ച് ഫൈനലി ബൈയിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ SBI ലൈഫ് 5.15% റാലി നടത്തി. ടെക്കമ 1.02%, TCS 0.95%, ഇൻഫി 0.58%, അൾട്രാസിംകോ 0.25%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.12%, ഗ്രാസിം 0.11%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.03%, ICICI ബാങ്ക് 0.02% റാലിയാണെന്ന് കണ്ടത്. എന്നാൽ ശ്രീറാം ഫിനാൻസ് 8.13% വലിയ ഇടിവാണെന്ന് കണ്ടത്. അദാനി എൻ്റർപ്രൈസസ് 3.95% ഇടിഞ്ഞു. അദാനി പോർട്സ് 3.79%, ട്രെൻഡ് 3.75%, ഇറ്റേണൽ 3.67%, ആക്സിസ് ബാങ്ക് 3.46%, അപ്പോളോ ഹോസ്പിറ്റൽ 3.18%, പവർ ഗ്രിഡ് 2.89%, ബജാജ് ഫിൻസർവ് 2.85% ആൻഡ് ബെൽ 2.85% ലോസിലാണെന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ നിഫ്റ്റി 22,604 ക്ലോസ് ചെയ്തത്. അവിടെ നിന്ന് 24,039 നിൽക്കുമ്പോൾ 6.35% പ്രോഫിറ്റാണ് ഇതുവരെ നമുക്ക് ലാസ്റ്റ് 12 മന്ത്സിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 നിഫ്റ്റി 23,742 സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് 24,039 നിന്ന് നിൽക്കുമ്പോൾ 1.24% പ്രോഫിറ്റാണ് ഈ വർഷം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,125 ആയിരുന്നു. ട്യൂസ്ഡേ 24,167 ക്ലോസ് ചെയ്തു. വെൻസ്ഡേ 24,328 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,246 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ ഇന്ന് 25,013 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം 455 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. എന്നാൽ 2,428 കമ്പനികൾ റെഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT ഒഴികെ ബാക്കി എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 21,994 ക്ലോസ് ചെയ്തപ്പോൾ 373 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 33,956 ക്ലോസ് ചെയ്തപ്പോൾ 770 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 269 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 26,036 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 56,532 ക്ലോസ് ചെയ്തപ്പോൾ 355 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 343 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 13,829 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് 135 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8,589 ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി IT ഇന്ന് 255 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 35,562 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ ഇന്ന് 1547 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 8,569 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തപ്പോൾ 183 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒന്ന് 156 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 21,482 10,788 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,482 ക്ലോസ് ചെയ്തപ്പോൾ 492 പോയിൻറ്റ്സിൻ്റെ
കുറവുണ്ടായത്. നിഫ്റ്റി PSU ബാങ്ക് 149 പോയിന്റ്സ് ഇടിഞ്ഞ് 6535 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 859 ക്ലോസ് ചെയ്തപ്പോൾ 24 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നത്തെ മൂവ്മെൻറ്റിൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എബൌട്ട് 2% ഇടിവാണ് കാണാൻ സാധിച്ചത്. ഇതാണ് പ്രധാനമന്ത്രിയുള്ള ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊള്ളുന്നു. ബൈ ഓൾ.